രക്ഷാകരങ്ങളുമായി കേരളം ഒറ്റക്കെട്ടായി ചുരം കയറിയിട്ടുണ്ട്. പക്ഷേ വയനാടിന്റെ ആ വേദന സഹിക്കാനാവില്ല. നാടിനെ തുടച്ചു നീക്കി കുത്തിയൊലിച്ച മണ്ണ് സർവം നാശം വിതച്ചാണ് പോയത്. മൂന്നാം പക്കവും രക്ഷാദൗത്യത്തിന് തടസ്സങ്ങളേറെയാണ്. മഴ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇപ്പോൾ കനത്ത് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ എന്ന സംശയം. രാവിലെ ഇറങ്ങുന്ന കോടയ്ക്ക് പോലും തണുപ്പില്ല. ആകെ ഒരു മരവിപ്പാണിവിടം. ഓരോ മനുഷ്യന്റെയും സ്വപ്നങ്ങൾ തല്ലിത്തകർത്ത് പ്രകൃതിയുടെ സംഹാര താണ്ഡവം. കേരളം കാണാൻ ആഗ്രഹിക്കാത്ത വയനാട്. ഒരു കാലത്ത് കാഴ്ചകളുടെ പറുദീസയായ തേയിലത്തോട്ടം. ഇപ്പോൾ എങ്ങും മരണത്തിന്റെ ഗന്ധം വമിക്കുന്ന ഭൂമി. ചൂരൽമല മുതൽ മുണ്ടക്കൈ വരെ എല്ലാം ഓർമ്മ. ആരെയോ കാത്തിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ. അടുത്ത് കടന്നിങ്ങനെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം. മനുഷ്യനല്ലെങ്കിലും ഒരുപാട് ജീവനുകൾ ഇതുപോലെ നമ്മൾ കണ്ടിരുന്നു. ദുരന്തത്തിന്റെ ബാക്കിയായി ഇങ്ങനെ ഒറ്റപ്പെട്ടവരിൽ ഇവരും പെടും, ഈ ജീവികളും അപ്പെടും. ഇപ്പോൾ ഇവിടെ കുറച്ച് വീടുകളുണ്ട്. അല്ല, വീടുകളുണ്ടായിരുന്നു. മണ്ണും പാറക്കൂട്ടങ്ങളും കൂടി ഇവിടം ദുരന്തഭൂമിയാക്കി. രക്ഷാപ്രവർത്തകർ ഒത്തുപിടിക്കുന്നുണ്ട്. സഹായത്തിനെത്തിയവരെ പോലും ഉരുൾപൊട്ടൽ കവർന്നു. ഞങ്ങൾ ഇവിടെ തെരഞ്ഞതിൽ കൂടുതൽ വലിയൊരു സങ്കടകരമായ ഒരു കാര്യം, ഞങ്ങളെ കൂടുതൽ എല്ലാവരും രക്ഷപ്പെടുത്താൻ ഓടിയിരുന്ന ഒരു പ്രജീഷ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ അവിടെ നിന്ന് ഈ കുന്ന് കയറി വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കുറേ ആളുകളെ രക്ഷപ്പെടുത്തി. പക്ഷെ അയാൾ അപകടത്തിൽപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ സങ്കടം. എൻ്റെ സുഹൃത്താണ്. മൂടിപ്പോയ മണ്ണിനിടയിൽ ഉറ്റവരുണ്ട്. എന്നാൽ എത്ര പേർ ഇവിടെയുണ്ടെന്ന് കൃത്യമായി കണക്കില്ല. ഇടയ്ക്ക് ഓരോരുത്തരെയായി പൊതിഞ്ഞെടുക്കും. ചൂരൽമലയിലെ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നാളേക്കായി കരുതിയ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ അങ്ങനെ നാമാവശേഷമായി. ഉരുളിൽ തിമിർത്തൊഴുകുന്ന പുഴയെ വകഞ്ഞുമാറ്റി കൂടപ്പിറപ്പുകളെ തിരയുന്ന മനുഷ്യരെ നിങ്ങളാണ് ഹീറോ. ആരെന്നും എന്തെന്നും തിരിച്ചറിയാത്ത രൂപത്തിൽ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ കുറേ പെട്ടികൾ നിറഞ്ഞു. അതിലെല്ലാം ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ്. അതെ, ഇവിടെ ഒരു നാടുണ്ടായിരുന്നു, കുറേ മനുഷ്യരും. മാതൃഭൂമി ന്യൂസ്, മേപ്പാടി.